ഒരിടത്ത് ഒരു കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു. വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ആ കഷ്ടപ്പാടുകൾക്കിടയിലും അവർ ഒരു താറാവിനെ വളർത്തിയിരുന്നു. ആ താറാവിനെ അവർ വളരെയധികം സ്നേഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം താറാവ് മുട്ടയിടാൻ തുടങ്ങി. കർഷകൻ താറാവിൻ്റെ മുട്ട കണ്ട് അത്ഭുതപ്പെട്ടു. സാധാരണ മുട്ടയ്ക്ക് പകരം ഒരു സ്വർണ്ണമുട്ട കിടക്കുന്നു. ദിവസവും അങ്ങനെ ഓരോ സ്വർണ്ണമുട്ടകൾ ആ താറാവ് കർഷകന് നൽകിക്കൊണ്ടിരുന്നു. അയാൾ ആ സ്വർണ്ണമുട്ടകൾ വിറ്റ് കിട്ടിയ പണം കൊണ്ട് തൻ്റെ വീട് പുതുക്കാനും ജീവിതം മെച്ചപ്പെടുത്താനും തുടങ്ങി. ഒരു ദിവസം കർഷകൻ്റെ ഭാര്യ വിചാരിച്ചു, ഇങ്ങനെ ദിവസവും ഓരോ മുട്ട കിട്ടുന്നതിന് പകരം ഒരുമിച്ച് കുറേ മുട്ടകൾ കിട്ടിയിരുന്നെങ്കിൽ പ്രയോജനമാകുമായിരുന്നു. അവർ ഇക്കാര്യം തൻ്റെ ഭർത്താവിനെ അറിയിച്ചു. ആ കർഷകനും അത് അംഗീകരിച്ചു. തുടർന്ന് ഇരുവരും കൂടി ഒരു പദ്ധതി ഇട്ടു. താറാവിൻ്റെ വയറ് കീറുക. താറാവിൻ്റെ വയറ് കീറുമ്പോൾ അത് നിറയെ മുട്ടകൾ കാണും. അത് ഒരുമിച്ച് കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കാം. അത്യാഗ്രഹിയായി തീർന്ന കർഷകനും ഭാര്യയും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഒരു ദിവസം താറാവിൻ്റെ വയറ് കീറാൻ തന്നെ തീരുമാനിച്ചു. അവർ താറാവിന് ധാരാളം ധാന്യങ്ങൾ ഇട്ടുകൊടുത്തതിന് ശേഷം അതിനെ പിടിച്ചു. ഒരു കത്തി കൊണ്ട് അതിൻ്റെ വയറും കീറി. എന്നാൽ അവർ ഞെട്ടിപ്പോയി. ആ താറാവിൻ്റെ വയറിനകത്ത് സ്വർണ്ണമുട്ടകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടാതെ ആകെയുണ്ടായിരുന്ന താറാവ് രക്തം വാർന്നു മരിക്കുകയും ചെയ്തു. ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന ഒരു പൊന്മുട്ട തികയാതെ അത്യാഗ്രഹം കാണിച്ച കർഷകനും ഭാര്യയ്ക്കും അങ്ങനെ ഉള്ളതും കൊണ്ട് ഓടിപ്പോയി കിട്ടി. അത്യാഗ്രഹം പലപ്പോഴും നമുക്കുള്ളതിനെ കൂടി. ബുദ്ധിമാന്മാരായ ആടുകൾ. പണ്ടൊരിടത്ത് ഒരു സുന്ദരമായ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ധാരാളം മനുഷ്യരും മൃഗങ്ങളും വസിച്ചിരുന്നു. വളരെ സന്തോഷത്തോടെ അവർ ആ ഗ്രാമത്തിൽ കഴിഞ്ഞു. ഈ ഗ്രാമത്തിന് മധ്യത്തിൽ ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ടായിരുന്നു. മനുഷ്യരും മൃഗങ്ങളുമെല്ലാം ഈ നദിയിലൂടെ നടന്നാണ് യാത്ര ചെയ്തിരുന്നത്. അങ്ങനെയൊരിക്കെ ആ ഗ്രാമത്തെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും നദികളെല്ലാം കരകവിഞ്ഞൊഴുകാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ ചെറിയ നദിയിൽ ക്രമാതീതമായി വെള്ളം കൂടി വന്നു. അത് കാരണം മനുഷ്യർക്കും മൃഗങ്ങൾക്കും കാൽനടയായി നദി മുറിച്ചു കിടക്കാൻ പറ്റാതായി. അതോടെ ഗ്രാമത്തിലുള്ളവർക്ക് പരസ്പരം കാണുന്നതിനും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും കഴിയാതായി. അവിടെയുള്ളവർ വളരെയധികം യാത്രാക്ലേശം അനുഭവിക്കാൻ തുടങ്ങി. ഇതൊഴിവാക്കാനായി അവർ വളരെയധികം ബുദ്ധിമുട്ടി നദിയിലൂടെ ഒരു ചെറിയ പാലം പണിതു. എന്നാൽ അത് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം പോകാൻ കഴിയുന്ന വളരെ ചെറിയൊരു പാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒരാൾ മാത്രമേ ആ പാലത്തുകൂടെ കടന്നു പോയിരുന്നുള്ളൂ. അങ്ങനെയൊരിക്കെ ഒരു ദിവസം രണ്ട് വശത്തുമൊന്നായി രണ്ടാടുകൾ ആ പാലത്തിലൂടെ കടന്നു വരാൻ ഇടയായി. പാലത്തിൻ്റെ മധ്യത്തിലെത്തിയപ്പോഴാണ് അവർ പരസ്പരം കണ്ടത്. എന്നാൽ അവരിരുവരും തിരിച്ചു പോകാൻ തയ്യാറായില്ല. മറിച്ച് പാലത്തിൻ്റെ മധ്യത്തിൽ നിന്ന് പരസ്പരം തർക്കിച്ചു. ആദ്യത്തെ ആട് രണ്ടാമത്തെ ആടിനോട് പറഞ്ഞു, ഞാനാണ് ആദ്യം പാലത്തിൽ കയറിയത്. ശ്രദ്ധിക്കാതെ വന്നത് നീയാണ്. അതുകൊണ്ട് നീ തിരിച്ചു പോകണം. ഞാൻ കടന്നു പോയതിന് ശേഷം നിനക്ക് പോവാം. എന്നാൽ രണ്ടാമത്തെ ആടിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആദ്യത്തെ ആടിനോട് പറഞ്ഞു, നീ പറഞ്ഞത് കളവാണ്. ഞാനാണ് ആദ്യം പാലത്തിൽ കയറിയത്. അതുമാത്രമല്ല, എനിക്ക് നിന്നേക്കാൾ പ്രായക്കൂടുതലുണ്ട്. അതുകൊണ്ട് നീ തിരിച്ചു പോകുക. ഞാൻ കടന്നു പോയതിന് ശേഷം മാത്രം നീ കടന്നു പോകുക. രണ്ടാമത്തെ ആടിന് ആദ്യത്തെ ആടിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ തമ്മിൽ പാലത്തിൻ്റെ നടുക്ക് നിന്ന് അടിവയ്ക്കാൻ തുടങ്ങി. ഒരാൾക്ക് മാത്രം ഒരേ സമയം കടന്നു പോകാൻ കഴിയുന്ന വീതി മാത്രമുണ്ടായിരുന്ന പാലത്തിൽ നിന്ന് അടിവെച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അവർ ഓർമ്മിച്ചില്ല. തിരിച്ചു പോകാനുള്ള മടിയും പരസ്പരം തോറ്റുകൊടുക്കാതിരിക്കാനുള്ള വാശിയും മാത്രമായിരുന്നു ഇരുവരുടെയും മനസ്സിൽ. അവരുടെ ആ വാശി കാരണം അധികം വൈകാതെ രണ്ടുപേരും പാലത്തിൽ നിന്ന് താഴേക്ക് വീണു നദിയിലൂടെ ഒഴുകിപ്പോയി. അങ്ങനെയിരിക്കെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഇതേ പാലത്തിലൂടെ വീണ്ടും രണ്ടാടുകൾ വരാനിടയായി. ആ ആടുകളും പരസ്പരം കണ്ടത് പാലത്തിൻ്റെ മധ്യത്ത് വെച്ചായിരുന്നു. രണ്ടാടുകളും പരസ്പരം നോക്കി. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും തിരികെ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കടന്നു പോകുന്നതിനെക്കുറിച്ച് അവർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. എന്നാൽ ഉടൻ തന്നെ ഒരു ആട് പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കി. എന്നിട്ട് മറ്റേ ആടിനോട് പറഞ്ഞു, സുഹൃത്തെ, നമ്മളിങ്ങനെ പാലത്തിൻ്റെ മധ്യത്തിൽ നിന്ന് കലഹിക്കുകയാണെങ്കിൽ നമ്മൾ ഇരുവരും താഴേക്ക് വീഴുകയും നമ്മുടെ രണ്ടുപേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും. ഞാനിവിടെ കിടക്കാം. നീ എന്നെ ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് പൊക്കോളൂ. അതാകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരേ സമയം പാലം കടക്കാം. തിരിച്ചു പോകേണ്ടി വരില്ല. മാത്രമല്ല സമയവും ലാഭിക്കാം. അത് പറഞ്ഞ് ആ ആട് പാലത്തിൻ്റെ മധ്യത്തിൽ കിടന്നു. ഉടൻ തന്നെ മറ്റേ ആട് ഈ ആടിൻ്റെ പുറത്ത് ചവിട്ടി മുന്നോട്ട് പോയി. ആ ആട് പോയതും പാലത്തിൽ കിടന്ന ആടും എഴുന്നേറ്റുപോയി. അങ്ങനെ പാലത്തിൻ്റെ മധ്യത്തിൽ നിന്ന് കലഹിച്ച് ജീവനും സമയവും നഷ്ടപ്പെടാതെ രണ്ടാമത് വന്ന ആടുകൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതിനാൽ അവർക്ക് രണ്ടുപേർക്കും ഒരേ സമയം പാലം കടക്കുവാനായി.
ആരാണ് ശക്തൻ? ഒരിക്കൽ ഒരു കാള നാട്ടിൽ നിന്ന് വഴിതെറ്റി ഒരു കാട്ടിലെത്തി. കാട്ടിലെ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ട് അവൻ നടന്നു. എങ്ങും നിറയെ പച്ചപ്പുല്ലുകൾ, ഇഷ്ടം പോലെ തിന്നാം. അവൻ വളരെ സന്തോഷത്തോടെ പുല്ല് തിന്നാൻ തുടങ്ങി. കാള അങ്ങനെ സമാധാനമായി പുല്ല് തിന്നുകൊണ്ടിരിക്കെ ഒരു സിംഹം അതുവഴി വന്നു. തടിച്ചു കൊഴുത്ത കാളയെ കണ്ടതും സിംഹത്തിൻ്റെ വായിൽ വെള്ളമൂറി. സിംഹം കാളയെ പിടിക്കാൻ അതിനു നേരെ കുതിച്ചു. ഭാഗ്യത്തിന് എന്തോ ചെറിയ അനക്കം കേട്ട് തലതിരിഞ്ഞു നോക്കിയ കാള തനിക്ക് നേരെ കുതിച്ചു വരുന്ന സിംഹത്തിനെ കണ്ട് പേടിച്ച് പ്രാണനും കൊണ്ട് ഓടി. ഏറെ ദൂരം ഓടിയപ്പോൾ അവൻ ഒരു ഗുഹ കണ്ടു. സിംഹത്തിൻ്റെ കണ്ണിൽ പെടാതെ അതിനുള്ളിൽ കയറി ഒളിച്ചിരിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ വേഗം തന്നെ ആ ഗുഹയ്ക്കകത്തേക്ക് ഓടിക്കയറി. പിന്നാലെ കുതിച്ചെത്തിയ സിംഹം കാളയെ കാണാതെ ചുറ്റുപാടും തിരയാൻ തുടങ്ങി. കാള കയറിക്കൂടിയ ഗുഹയിൽ കുറേ കാട്ടാടുകളാണ് ഉണ്ടായിരുന്നത്. കാള തങ്ങളുടെ ഗുഹയിൽ കയറിയത് സ്വാഭാവികമായും അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ കാളയെ ഗുഹയിൽ നിന്ന് പുറത്താക്കാൻ എല്ലാവിധ ശ്രമങ്ങളും തുടങ്ങി. അവർ കാളയെ കൊമ്പുകൊണ്ട് കുത്താനും കാലുകൊണ്ട് തൊഴിക്കാനും തുടങ്ങി. പാവം കാള ആടുകളെ തിരിച്ചാക്രമിക്കാതെ അവരുടെ ഉപദ്രവം സഹിച്ച് അവിടെ നിന്നു. എന്നാൽ കാട്ടാടുകൾ കൂടുതൽ ശക്തിയോടെ അവനെ ആക്രമിക്കാൻ തുടങ്ങി. ഒടുക്കം കാള അവരോട് പറഞ്ഞു, നിങ്ങളെ പേടിച്ചിട്ടോ തിരിച്ചു നിങ്ങളെ ആക്രമിക്കാൻ ശക്തിയില്ലാഞ്ഞിട്ടോ അല്ല ഞാൻ നിങ്ങളുടെ ഉപദ്രവം സഹിച്ചു നിൽക്കുന്നത്. എനിക്ക് നിങ്ങളെയെല്ലാം ഒരു പ്രയാസം കൂടാതെ ആക്രമിച്ച് കീഴടക്കാം. പക്ഷേ എന്നേക്കാൾ ശക്തനായ ഒരു സിംഹത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷ നേടാനാണ് ഞാൻ ഇതിനുള്ളിൽ കയറിയത്. ഇപ്പോൾ നമ്മളിവിടെ പരസ്പരം ആക്രമിച്ച് ശബ്ദമുണ്ടാക്കിയാൽ പുറത്തു നിന്നുള്ള സിംഹം നമ്മളെയെല്ലാം കണ്ടെത്തി കൊന്നു തിന്നും. അതുകൊണ്ടാണ് ഞാൻ അനങ്ങാതെ നിൽക്കുന്നത്. ഇത് കേട്ടതും കാട്ടാടുകൾക്ക് കാര്യം മനസ്സിലായി. അതോടെ അവർ കാളയെ ഉപദ്രവിക്കുന്നത് നിർത്തി. കുറച്ചു നേരം കഴിഞ്ഞ് സിംഹം സ്ഥലം വിട്ടതും കാള കാട്ടാടുകളോട് നന്ദി പറഞ്ഞു നാട്ടിലേക്ക് യാത്ര തിരിച്ചു. കാട് തനിക്ക് സുരക്ഷിതമായ ഇടമല്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. മുത്തശ്ശിയും അത്ഭുത വിളക്കും. കൂട്ടുകാർ അലാവുദ്ദീൻ്റെയും അത്ഭുത വിളക്കിൻ്റെയും കഥ കേട്ടിട്ടില്ലേ? ഇന്ന് മുത്തശ്ശിയുടെയും അത്ഭുത വിളക്കിൻ്റെയും കഥ പറയാം. ഒരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായിരുന്നു മുത്തശ്ശിയുടെ താമസം. മുത്തശ്ശിയുടെ ചെറിയ വീട്ടിൽ ഒരു കൊച്ചു വിളക്കുണ്ടായിരുന്നു. തനിയെ ഇരിക്കുമ്പോൾ മുത്തശ്ശി വിളക്കിനോട് ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കും. ഒരു ദിവസം മുത്തശ്ശി ദൂരെ എങ്ങോ പോയ തക്കം നോക്കി ഒരു കള്ളൻ വീട്ടിൽ കയറി. മുത്തശ്ശിയുടെ വീട്ടിൽ കാര്യമായി ഒന്നുമില്ലെങ്കിലും അകത്ത് കയറിയ കള്ളൻ വീട് മുഴുവൻ തിരഞ്ഞു നടന്ന് കിട്ടിയതെല്ലാം ഒരു സഞ്ചിയിലാക്കാൻ തുടങ്ങി. അപ്പോഴാണ് മുത്തശ്ശി തിരികെ എത്തിയത്. വീട്ടിനുള്ളിൽ അനക്കം കണ്ടതും മുത്തശ്ശിക്ക് കാര്യം പിടികിട്ടി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഉടനെ മുത്തശ്ശിക്ക് ഒരു ബുദ്ധി തോന്നി. മുത്തശ്ശി ഉറക്കെ വിളിച്ചു ചോദിച്ചു, പൊൻവിളക്കേ, ഇന്നെന്ത് പറ്റി? നീ എന്തേ ഒന്നും മിണ്ടാത്തത്? ഞാൻ വന്നത് അറിഞ്ഞില്ലേ? മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് കള്ളൻ അമ്പരന്നു ചുറ്റും നോക്കി. മുറിയുടെ ഒരു മൂലയ്ക്ക് ഒരു പഴയ ഓട്ടുവിളക്കിരിക്കുന്നു. ഇതാണോ മുത്തശ്ശിയുടെ പൊൻവിളക്ക്? അവൻ അതിശയത്തോടെ നോക്കി. അല്ല, നീ എന്താ പിന്നെ ഒന്നും മിണ്ടാത്തത്? ഇത് പതിവുള്ളതല്ലല്ലോ. വീട്ടിൽ കള്ളന്മാരാരെങ്കിലും കയറിയോ? മുത്തശ്ശി വിളിച്ചു ചോദിച്ചു. ചേടാ, ഇതിനി വല്ല അത്ഭുത വിളക്കുമാണോ? ഇത് മിണ്ടാതിരിക്കുന്നത് എന്നെ കണ്ടിട്ടാണോ? മുത്തശ്ശിക്ക് സംശയം വന്ന് വല്ല ബഹളം വെച്ചാലോ? ഏതായാലും വിളക്കിനെ പോലെ സംസാരിക്കാം, കള്ളൻ കരുതി. കള്ളനൊന്നും കയറിയിട്ടില്ല മുത്തശ്ശി, കള്ളൻ വിളിച്ചു പറഞ്ഞു. അതോടെ മുത്തശ്ശിക്ക് ഉറപ്പായി കള്ളൻ വീടിനകത്തുണ്ടെന്ന്. മുത്തശ്ശി പറഞ്ഞു, എൻ്റെ പൊൻവിളക്കേ, ഇതുപോലെ ഒരു ദിവസം ഒരിടത്ത് ഒരു വീട്ടിൽ ഒരു കള്ളൻ കയറി. അവിടെയാണെങ്കിൽ ഒരു പാവം മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കള്ളനെ കണ്ടു മുത്തശ്ശി എന്താ ചെയ്തതെന്നറിയാമോ? മുത്തശ്ശി ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചു, അയ്യോ ഓടിവരണേ, കള്ളൻ കയറിയേ, ഓടിവരണേ. മുത്തശ്ശിയുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തി. കള്ളൻ വീട്ടിനുള്ളിൽ നിന്ന് ചാടിയിറങ്ങിയെങ്കിലും ചുറ്റും നിന്നോടിയെത്തിയ ആളുകൾ അവനെ പിടികൂടി. മുത്തശ്ശി സന്തോഷത്തോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞു.